ഹായ് സ്റ്റുഡൻസ്, നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾ 1-ലെ ബേസിക്സ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ ആണ്. അറിയാം, നമ്മൾ കുറേ നാളുകളായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് മെയിനായിട്ട് കോപ്പർ കേബിളും കോയാക്സിയൽ കേബിളൊക്കെ യൂസ് ചെയ്തിരുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ അതിനുള്ള മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാൻഡ് വിഡ്ത്തിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഓക്കെ, വളരെ ഹൈ ബാൻഡ് വിഡ്ത്തിലൊന്നും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു, സ്പീഡ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലംസ് ഒക്കെ അല്ലെങ്കിൽ ഈ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഉള്ള റിസർച്ചിൻ്റെ ഒരു ഡെവലപ്മെന്റ് വന്ന് നിൽക്കുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മളിപ്പോൾ പല സ്ഥലത്തും നമ്മളിപ്പോൾ ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ്. നമ്മുടെ വീടുകളിൽ വരെ ഇപ്പോൾ നമ്മൾ ഇന്റർനെറ്റ് കണക്ഷൻ എത്തിയിരിക്കുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. അപ്പോൾ അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഹൈ ബാൻഡ് വിഡ്ത്തും അതുപോലെ തന്നെ അതിൻ്റെ ലോസ് എന്ന് പറയുന്നത്, സിഗ്നൽ ലോസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഹൈ ഡാറ്റ റേറ്റിലാണ് നമുക്ക് സിഗ്നൽസ് നമ്മൾ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് വേണ്ട എല്ലാ റിക്വയർമെന്റ്സും ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് വളരെ ഹൈ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ, അതായത് വളരെ ലോസ് ഉള്ള സിഗ്നൽ നമുക്ക് റിസീവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൂടെ നമുക്ക് കഴിയുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒപ്റ്റിക്കലാണ്. സിഗ്നൽ എന്ന് പറയുന്നത് ലൈറ്റ് സിഗ്നൽ ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് വളരെ ഹൈ ഫ്രീക്വൻസി റേഞ്ചിലുള്ള സിഗ്നൽസ് ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ നോർമൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന റേഡിയോ വേവ്സ്, മൈക്രോവേവ്സിനൊക്കെ വളരെ ഹൈ ഫ്രീക്വൻസി റേഞ്ച് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ വേവ് ലെങ്ത് റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1.7 to 0.8 മൈക്രോമീറ്റർ വേവ് ലെങ്ത് റേഞ്ചിലാണ് നമ്മൾ ഈ ഒപ്റ്റിക്കൽ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ്. സോ ഹൈ ഫ്രീക്വൻസി, ലോ വേവ് ലെങ്ത്തും ഹൈ ഫ്രീക്വൻസി ഉള്ള സിഗ്നൽസ് ആണ് ഈ ഒപ്റ്റിക്കൽ സിഗ്നൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം കാണിച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്കിതിൽ കാണാം ഇതാണ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന സ്പെക്ട്രം എന്ന് പറയുന്നത്. നമ്മൾ ഏകദേശം ഒരു 1.7 മൈക്രോമീറ്റർ തുടങ്ങി ഒരു 0.8 മൈക്രോമീറ്റർ വരെയുള്ള വേവ് ലെങ്ത് ആണ് നമ്മൾ ഫൈബർ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് ലൈറ്റ് സിഗ്നൽസ് ആണ് നമ്മൾ ഈ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതൊരു ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രം ആണ്. അതിൽ ഫസ്റ്റ് പാർട്ടിൽ കാണിച്ചിരിക്കുന്നത് ഒരു ബേസിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്. ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് വേണ്ട റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ഇൻഫർമേഷൻ സോഴ്സ് ഉണ്ടാവണം. നമ്മൾ എന്ത് മെസ്സേജ് സിഗ്നലാണോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതാണ് നമ്മുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ട്രാൻസ്മിറ്റർ ഉണ്ടാവും. ട്രാൻസ്മിറ്ററിൽ മെയിനായിട്ട് മോഡുലേറ്റർ ഉണ്ടാവും. നമ്മൾ കൊടുക്കുന്ന സിഗ്നലിനെ നമ്മൾ മോഡുലേറ്റ് ചെയ്ത് അതിനുശേഷമാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദെൻ ട്രാൻസ്മിഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്മിഷൻ മീഡിയം ഉണ്ടാവും. മെയിനായിട്ട് നമ്മൾ ട്രാൻസ്മിഷൻ മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത് നോർമലി കേബിൾസ് ആണ്, വയേഴ്സ് ആണ് നമ്മൾ മെയിനായിട്ട് ട്രാൻസ്മിഷൻ മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത്. കോപ്പർ കേബിളും ഒപ്റ്റിക്കൽ ഫൈബറൊക്കെ നമ്മൾ ട്രാൻസ്മിഷൻ മീഡിയം ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അല്ലാണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എയർ നമ്മളൊരു ട്രാൻസ്മിഷൻ മീഡിയം ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ സിഗ്നൽസ് എയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ദെൻ റിസീവറിലത് റിസീവ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറയുന്നത് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മീഡിയത്തിനാണ് നമ്മൾ ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ അത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണ് മീഡിയം എന്ന് പറയുന്നത്. പിന്നെ ഒരു ബേസിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് വേണ്ട നമ്മളൊരു റിസീവർ വേണം. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിസീവ് ചെയ്യാനായിട്ട് റിസീവർ വേണം. റിസീവറിൽ ഒരു ഡീമോഡുലേഷൻ പ്രോസസ് ഉണ്ടാവും. അതിനുശേഷമായിരിക്കും നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് ആ സിഗ്നൽ വരുന്നത്. ഓക്കെ, ഇതാണ് ഒരു ബേസിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം. നമ്മൾ താഴെ കാണിച്ചിരിക്കുന്നത് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ്. അപ്പോൾ അതിൽ പറഞ്ഞതുപോലെ നമ്മുടെ മെസ്സേജ് സിഗ്നൽ, മെസ്സേജ് സിഗ്നൽ എന്ത് ഫോർമാറ്റിലുള്ളതാകാം. ഇപ്പം നമുക്ക് സെൻഡ് ചെയ്യേണ്ടത് ഒരു വോയിസ് സിഗ്നൽ ആവാം, ഒരു വീഡിയോ ആകാം, ഒരു പിക്ചർ ആവാം, എന്തും ആവാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇൻഫർമേഷൻ സോഴ്സ് എന്ന് പറയുന്നത്, മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഫസ്റ്റ് ഒരു ഇലക്ട്രിക്കൽ ട്രാൻസ്മിറ്റിലൂടെ പാസ് ചെയ്യും. ഇലക്ട്രിക്കൽ ട്രാൻസ്മിറ്റ് പർപ്പസ് എന്ന് പറയുന്നത് ഈ ഇൻഫർമേഷൻ സിഗ്നലിനെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മളുടെ സിസ്റ്റം എല്ലാം വർക്ക് ചെയ്യുന്നത് ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽസ് പ്രോസസ് ചെയ്യാനുള്ള സിസ്റ്റത്തിലാണ് നമ്മൾ നോർമൽ സിസ്റ്റം എല്ലാം വർക്ക് ചെയ്യുന്നത്. സോ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് നമ്മളുടെ സിഗ്നലിനെ അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജ് സിഗ്നലിനെ കൺവേർട്ട് ചെയ്യുക. ഇപ്പോൾ മ്യൂസിക് ആണെങ്കിൽ അതിനെ നമ്മളൊരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് ആദ്യം കൺവേർട്ട് ചെയ്യുക.
ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പല ട്രാൻസ്ഡ്യൂസേഴ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ പ്രോസസ്സ് കഴിയുമ്പോൾ നമ്മുടെ മെസ്സേജ് സിഗ്നൽ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ആവും. ഓക്കെ, ദെൻ നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഒരു ഒപ്റ്റിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ഒപ്റ്റിക്കൽ സോഴ്സ് ആണ്. ഓക്കെ, മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് LED ആൻഡ് ലേസേഴ്സ് ആണ് ഒപ്റ്റിക്കൽ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ സോഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ LED ആൻഡ് ലേസേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഒപ്റ്റിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഒപ്റ്റിക്കൽ സിഗ്നൽ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനെ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ റിസീവറിൽ എത്തിക്കഴിയുമ്പോൾ ഇവിടെ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ട്രാൻസ്മിറ്റ് ചെയ്തതിന് ശേഷം ദെൻ റിസീവറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത്രയും ഭാഗം എന്ന് പറയുന്നത് റിസീവറാണ്. റിസീവറിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽ ഒപ്റ്റിക്കൽ സിഗ്നലാണ്. തിരിച്ച് അതിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ ഡിറ്റക്ടറാണ്. ഒപ്റ്റിക്കൽ ഡിറ്റക്ടറായിട്ട് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോട്ടോ ഡയോഡ്സ് ആണ്. അവലാഞ്ചി ഫോട്ടോ ഡയോഡ്, അതേപോലെ തന്നെ പിൻ ഡയോഡ്, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഒപ്റ്റിക്കൽ ഡിറ്റക്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഒപ്റ്റിക്കൽ ഡിറ്റക്ടറിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ടു ഇലക്ട്രിക്കൽ കൺവേർഷൻ ആണ്. സോ ഇലക്ട്രിക്കലായിട്ട് നമ്മൾ റിസീവ് ചെയ്യുന്ന സിഗ്നലിനെ ദെൻ നമ്മുടെ കറക്റ്റ് ഫോർമാറ്റ്, നമുക്കിപ്പോൾ എന്താണോ വേണ്ടത് അതിനെ, ഇപ്പോൾ നമ്മൾ സെൻഡ് ചെയ്ത സിഗ്നൽ എന്ന് പറയുന്നത് ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഓഡിയോ സിഗ്നൽ ആണെങ്കിൽ ആ ഒരു പർപ്പസ് നമ്മളിവിടെ ആ ഒരു കൺവേർഷൻ നമ്മൾ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് ഒരു ബേസിക് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഓക്കെ, നമ്മുടെ മെസ്സേജ് സിഗ്നൽ ഉണ്ട്, ദെൻ അതിനെ നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ ഒപ്റ്റിക്കൽ സോഴ്സ് യൂസ് ചെയ്ത് നമ്മുടെ സിഗ്നൽ എന്താണോ അതിനെ നമ്മൾ കൃത്യമായി നമ്മൾ മോഡുലേറ്റ് ചെയ്ത് നമ്മളതിനെ ഒപ്റ്റിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു ബൈ യൂസിങ് ഒപ്റ്റിക്കൽ സോഴ്സ്. മെയിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് LED ലേസേഴ്സ് ഒക്കെയാണ് ഒപ്റ്റിക്കൽ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണ് ഇവിടുത്തെ ചാനൽ എന്ന് പറയുന്നത്. ആ മീഡിയത്തിലൂടെ നമ്മൾ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഒപ്റ്റിക്കൽ ഡിറ്റക്ടറിൽ നമ്മളത് ഡിറ്റക്ട് ചെയ്യുന്നു. ഡിറ്റക്ട് ചെയ്യുമ്പോൾ ഒപ്റ്റിക്കലിനെ നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ ആ സിഗ്നൽ പ്രോസസ്സ് ചെയ്ത് നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് കൊടുക്കും. ഓക്കെ, ഇതാണ് നമ്മൾ ഈ സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ വർക്കിംഗ് ആണ്, എങ്ങനെയാണ് ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ദെൻ എന്താണ് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമുക്കറിയാം ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ ബാൻഡ് വിഡ്ത്ത് തന്നെയാണ്. എനോർമസ് പൊട്ടൻഷ്യൽ ബാൻഡ് വിഡ്ത്ത് ആണ്. കാരണം ഒപ്റ്റിക്കൽ കരിയർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഏകദേശം ഒരു 10⁻13 ഹെർട്സ് തുടങ്ങി 10⁻16 ഹെർട്സ് വരെയാണ് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. സോ ആ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് അത്രത്തോളം തന്നെ ഹൈ ബാൻഡ് വിഡ്ത്ത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്മോൾ സൈസ് ആൻഡ് വെയിറ്റ് ആണ്. ഓക്കെ, കമ്പയർഡ് ടു അതർ കേബിൾസ് ഇതിന്റെ സൈസും അതേപോലെ തന്നെ വെയിറ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും. അതായത് നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബർ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഫൈബർ എന്ന് പറയുന്നത്, അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് നമ്മളുടെ ഹ്യൂമൻ ഹെയറിന്റെ തിക്നെസ്സിനോട് അത്രയും വളരെ തിക്നെസ് കുറഞ്ഞ മെറ്റീരിയലാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിൽ യൂസ് ചെയ്യുന്നത്. ദെൻ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ, തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ആണ്. കാരണം നോർമലി ഐസൊലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ ഐസൊലേറ്റർ ആണ്. സോ സാധാരണ കോപ്പർ കേബിളിലൊക്കെ ഈ പറഞ്ഞ ഇലക്ട്രിക്കലി നമ്മൾ ഐസൊലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പം ഇതിൽ നമ്മൾ അതിൻ്റെ ഒരു റിക്വയർമെന്റ് വരുന്നില്ല. ഓൾറെഡി ഗ്ലാസ് ആയതുകൊണ്ട് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആണ് അത് ഓൾറെഡി. ദെൻ ഇമ്മ്യൂണിറ്റി ടു ഇന്റർഫറൻസ് ആൻഡ് ക്രോസ് ടോക്ക്. നോർമലി ഉള്ള കേബിൾസിലൊക്കെ വരുന്ന ഒരു പ്രശ്നമാണ് ക്രോസ് ടോക്കും ഇന്റർഫറൻസും. വേറെ കേബിളിൽ നിന്ന് മറ്റൊരു കേബിളിലേക്ക് നമ്മുടെ സിഗ്നൽ ഇന്റർഫിയർ ചെയ്ത് വരുന്നതിനാണ് നമ്മൾ ക്രോസ് ടോക്ക് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതെല്ലാം നമുക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ഓക്കെ, ഇറ്റ്സ് ഹൈലി ഇമ്മ്യൂൺ ടു ഇന്റർഫറൻസ് ആൻഡ് ക്രോസ് ടോക്ക് ആണ്. ദെൻ സിഗ്നൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഓക്കെ, അതായത് നമ്മുടെ ടാപ്പിംഗ് എന്ന് പറയുക, സാധാരണ ഒരു കേബിളിലൂടെ നമ്മൾ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഒക്കെ ടാപ്പ് ചെയ്ത് വേറെ പർപ്പസിനൊക്കെ വളരെ ഇൻട്രൂഡേഴ്സ് ഒക്കെ വളരെ വേറെ പർപ്പസിന് വേണ്ടി അത് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള സിഗ്നൽ ടാപ്പിംഗ് ഒന്നും ഒപ്റ്റിക്കൽ ഫൈബറിൽ ഒരു മാക്സിമം വരെ പോസിബിൾ അല്ല. ദെൻ ലോ ട്രാൻസ്മിഷൻ ലോസ് ആണ് നമ്മൾ പറഞ്ഞു. നോർമലി ഒരു കോപ്പർ കേബിളിലൂടെ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ വളരെയധികം ലോസ് സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ലോസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പം ഏകദേശം ഒരു 0.001 dB per കിലോമീറ്റർ വരെയൊക്കെ നമ്മുടെ ലോസ്
കുറയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ദെൻ റഗഡ്നെസ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ആണ്. കേബിൾ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ് സാധാരണ കോപ്പർ കേബിളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതിൻ്റെ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കേബിളാണ്. നമുക്ക് ഫൈബറിനെ നമുക്ക് ബെൻഡ് ചെയ്ത് ഒരു പർട്ടിക്കുലർ റേഡിയസ് വരെയൊക്കെ നമുക്ക് ബെൻഡ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് എനി ഡാമേജ്. അതുപോലെ തന്നെ സിസ്റ്റം റിലയബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഓക്കെ, ഇതൊക്കെയാണ്